തിരുപ്രണയത്തിൻ്റെ വസന്തകാലം. തിരുപ്പിറവിയുടെ വസന്തമാസം നമ്മിലേക്ക് വന്നെത്തി. പ്രവാചക സ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത പ്രകടനങ്ങൾക്ക് ലോകം സാക്ഷിയാകുന്ന ദിവസങ്ങൾ. നബിദിന സമ്മേളനങ്ങൾ, പ്രവാചക പ്രകീർത്തന പരിപാടികൾ, മൗലിദ് പാരായണം, മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് റാലി, അന്നദാനം, മധുര പലഹാര വിതരണം തുടങ്ങി അന്താരാഷ്ട്ര സെമിനാറുകളും കോൺഫറൻസുകളും വരെ ഇതിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടും നടത്തപ്പെടുന്നു. മുസ്ലിം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിവിധ ഇനം പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ ചില അല്പജ്ഞാനികൾ ഇത് അനിസ്ലാമികമോ ബിദ്അത്തോ നിഷിദ്ധമോ ഒക്കെയായി തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറയാം. അവരങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. സത്യം ഗ്രഹിക്കാനും സന്മാർഗം അനുധാവനം ചെയ്യാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സഹൃദയർക്കായി ചില വരികൾ ഇവിടെ ഞാൻ സമർപ്പിക്കുകയാണ്. നബി അങ്ങ് പ്രഖ്യാപിക്കുക, നബി അങ്ങ് പ്രഖ്യാപിക്കുക, നബി അങ്ങ് പ്രഖ്യാപിക്കുക. അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവും കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. സൂറത്ത് യൂനുസിൽ 58-ാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്നും താങ്കളുടെ നാഥൻ്റെ അനുഗ്രഹം അനുസ്മരിക്കുക. സൂറത്തുൽ ദുഹായിൽ 10-ാമത്തെ ആയത്ത്. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നാം എന്നതും ലോകത്തിനൊന്നടങ്കം അനുഗ്രഹമായാണ് അള്ളാഹു മുഹമ്മദ് നബിയെ നിയോഗിച്ചത് എന്നതും അതുല്യമായ ഔദാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നിയോഗത്തിൽ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അർഹതപ്പെട്ടവർ തന്നെയാണ് നാം. സൂറത്ത് യൂനുസിലെ മേൽപ്പറഞ്ഞ 58-ാം സൂക്തത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ച് പറയുന്നതായി തഫ്സീറുകളിൽ നമുക്ക് കാണാം. പദ്യമോ ഗദ്യമോ ആയി നബിയുടെ ജീവചരിത്രമോ അപദാനമോ പറയുക, അവിടുത്തെ ഏതെങ്കിലും വിശേഷണങ്ങളോ ഗുണങ്ങളോ അനുസ്മരിക്കുക, ഖുർആൻ സൂക്തങ്ങളോ സ്വലാത്തോ ചൊല്ലുക, അന്നപാനാദികളോ മധുര പലഹാരമോ വിതരണം ചെയ്യുക, പ്രവാചക ചരിത്രത്തിൻ്റെ ഏതെങ്കിലും വശത്തേക്ക് വെളിച്ചം വീശുന്ന പ്രസംഗം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏത് അനിസ്ലാമികമെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്? നബിദിനാഘോഷങ്ങളിൽ ശരീഅത്തിന് വിരുദ്ധമായി അനിസ്ലാമികമായി യാതൊന്നും ഉണ്ടാകരുതെന്ന് പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട്. അത് നബിദിനത്തിൽ മാത്രമല്ല, കല്യാണത്തിലും മറ്റു കൂടിച്ചേരലുകളിലും സമ്മേളനങ്ങളിലും സംഘടനാ സംരംഭങ്ങളിലുമൊക്കെ അത് അനിവാര്യമാണ്. അടിസ്ഥാനപരമായി മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ മതകീയമായ വല്ല ഗുണവും ഉണ്ടോ എന്നതും ചിന്തനീയമാണ്. മേൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രതിഫലാർഹവും ഗുണപ്രദവുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നതും കുശലാന്വേഷണം നടത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പഠിക്കാൻ അവസരമുണ്ടാക്കുന്നതുമൊക്കെ വമ്പിച്ച നേട്ടങ്ങളാണ്. അതൊക്കെയാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനം സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പ്രവാചകന്മാരുടെയോ ഖുലഫാഉർ റാഷിദീങ്ങളുടെ പുണ്യപുരുഷന്മാരുടെയോ കഥാകഥനത്തിനോ അപദാന പ്രകീർത്തനത്തിനോ ആളുകളെ സംഘടിപ്പിക്കുന്നത് തന്നെ പുണ്യകർമ്മമാണെന്നും ആർക്കും തർക്കമുണ്ടാകുകയില്ല. പിന്നെ സർവപ്രവാചകന്മാരിലും ശ്രേഷ്ഠരായ തിരുനബിയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്വന്തം ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിരുന്നുവോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അതെ എന്നാണ് അതിൻ്റെ ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം തൻ്റെ സ്വന്തം ഹഖീഖത്ത് അറിവ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നടത്തിയിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി നാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. മൗലൂദാഘോഷത്തിൻ്റെ പ്രമാണമായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം പറയുന്നു: പ്രവാചകന് വേണ്ടി നേരത്തെ തൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പിറവിയുടെ 7-ാം ദിനം ഹഖീഖത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഹഖീഖത്ത് രണ്ടാമത് ചെയ്യേണ്ടതില്ലെന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചെയ്യാനുണ്ടായ കാരണം തന്നെ ലോക നന്മക്കായി നാഥൻ തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ പ്രകടനം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഹഖീഖത്ത് അറുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും സ്വന്തം ജന്മദിനം ആഘോഷിച്ചത്. അതിനാൽ പ്രവാചക ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് സദസ്സുകൾ സംഘടിപ്പിക്കലും
അന്നദാനം നടത്തലും മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്യലും സുന്നത്താണ് എന്ന് മഹാന്മാര് അഥവാ ഇമാം സുയൂത്തി റഹിമഹുല്ല വിശദീകരിച്ച് പറയുന്നുണ്ട്.